ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സീക്രട്ട് ഓഫ് മില്യനർ മൈൻഡ് എന്ന പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലെ ചില കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ പ്രധാനമായും പറയുന്നത് ധന ഫയലുകളെ പറ്റിയാണ്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലെ ഓരോ എന്തൊക്കെയാണ് നമ്മളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്നത്, അതായത് റിച്ച് മെൻറ്റാലിറ്റിയും പുവർ മെൻറ്റാലിറ്റിയും. ഇതിൽ ഈ ഹവേക്കർ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഇതിൽ റിച്ച് മെൻറ്റാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു ഭയങ്കര പണക്കാരെന്നുള്ളതിലോ അല്ലെങ്കിൽ പുവർ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ദരിദ്രൻ എന്നുള്ള നിലയിലല്ല. അതൊരു മനസ്സിൻ്റെ, അതായത് റിച്ച് മെൻറ്റാലിറ്റി എന്നുള്ളത് എന്താണ് പണത്തെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളതിൻ്റെ കൺസെപ്റ്റിനെ പറ്റിയാണ് ഇവിടെ റിച്ച് മെൻറ്റാലിറ്റിയും പുവർ മെൻറ്റാലിറ്റി എന്ന് പറയുന്ന രണ്ട് ഇതായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറയുന്നത് സമ്പന്നർ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം ഞാൻ സൃഷ്ടിക്കുന്നു, ദരിദ്രർ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം എങ്ങനെയോ സംഭവിക്കുന്നു എന്നുള്ളത്. അല്ലേ? നമ്മൾ പലപ്പോഴും സമ്പന്നർ ചിന്തിക്കുന്നത് നമ്മളാണ് നമ്മളുടെ ജീവിതം സൃഷ്ടിക്കുന്നത്. അതായത് ഇന്നത്തെ ഞാൻ എൻ്റെ ഇന്നലകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് റിച്ച് മെൻറ്റാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും. കാരണം ഇന്നുകളെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഇന്ന് ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നാളെ ആയിത്തീരുന്നത്. ഇപ്പോൾ ദരിദ്ര മെൻറ്റാലിറ്റി, പുവർ മെൻറ്റാലിറ്റി ചിന്തിക്കുന്നത് ഞാൻ ഒരു പീഡിതൻ്റെ സ്വഭാവം, കാരണം ഞാൻ ഇന്ന നാട്ടിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, അല്ലെങ്കിൽ ഇന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നൊക്കെ ഉള്ള ഇതാണ് പുവർ മെൻറ്റാലിറ്റീൻ്റെ കൺസെപ്റ്റ്. പക്ഷേ റിച്ച് മെൻറ്റാലിറ്റി എപ്പോഴും ചിന്തിക്കുന്നത് ഞാനാണ് എൻ്റെ വിധിയുടെ കർത്താവ്. ബ്രയാൻ ട്രേസിയുടെ ഒക്കെ വാക്കുകളിലൊക്കെ പറഞ്ഞാൽ ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ കപ്പിത്താൻ എന്നാണ് റിച്ച് മെൻറ്റാലിറ്റി ചിന്തിക്കുന്നതെങ്കിൽ പുവർ മെൻറ്റാലിറ്റി ചിന്തിക്കുന്നത് സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെയാണ് പുവർ മെൻറ്റാലിറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു റിച്ച് മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഇതൊന്ന് ഉറച്ച് വിശ്വസിക്കണം. ഇന്ന് ഞാൻ എന്താണോ ചെയ്യുന്നത്, നമ്മുടെ സമയത്തെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കണം. നമ്മൾ വെറുതെ മറ്റുള്ളവരെ ഭയങ്കര റിച്ചായത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരവരുടെ സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചത് കൊണ്ടാണ് അവരെന്തായിട്ടുള്ളത്, റിച്ചായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും റിച്ച് മെൻറ്റാലിറ്റിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മളുടെ ഇന്നുകളെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുക. ആരെയും കുറ്റമോ കുറവോ ഒന്നും പറയാതെ നമ്മളുടെ ദിവസത്തെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളെന്താകും, സമ്പന്നനായി തീരും എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും അതൊന്ന് നോക്കുക. അതിൽ നമുക്കറിയാം ഈ പുവർ മെൻറ്റാലിറ്റി കൺസെപ്റ്റിൽ ഇതിൽ പറയുന്നത് നമ്മളെപ്പോഴും കംപ്ലൈൻറ്റ് പറയും, അല്ലേ? പിന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പം ചിലവരെയൊക്കെ കാണാറുണ്ട്. ചില ജോലികളൊക്കെ വിട്ടു പോകുമ്പം ഇതിൽ പറയുന്നത് നമ്മൾ ഉള്ള ജോലിനെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ പുതിയ ജോലിയിലേക്ക് പോകുന്നതെങ്കിൽ ആ പുതിയ ജോലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ജോലി മാറാൻ പോവുകയാണെങ്കിൽ ആ പഴയ നമ്മളുടെ ആ ജോലി ഒരു താങ്ക്സ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. അല്ലാതെ ആ ജോലി ഒരുപാട് കംപ്ലൈൻറ്റ് പറഞ്ഞ് ആ ബോസിന് ഒരുപാട് കുറ്റവും കുറവും പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ മറ്റുള്ള ജോലിയിലേക്ക് പോകുന്നതെങ്കിൽ അവിടെയും നമ്മളെ പിന്തുടരും, ആ ഒരു മെൻറ്റാലിറ്റി നമ്മളെ പിന്തുടരും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാറ്റിനോടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവം ഉണ്ടാകണം. പിന്നീട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളാണ്, അതാണ് ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടി, എൻ്റെ പ്രവർത്തന ഫലമാണ് ഞാൻ ഇന്ന് ഉണ്ടായിത്തീരുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മളിലേക്ക് രൂപപ്പെടുത്തിയെടുക്കണം എന്ന് ഹവേക്കർ നമ്മളോട് പറയുന്നു. രണ്ടാമത്തേത് സമ്പന്നർ പണക്കളി ജയിക്കാൻ കളിക്കുന്നു, പാവപ്പെട്ടവർ പണക്കളി നഷ്ടപ്പെടാതിരിക്കാൻ കളിക്കുന്നു. ഇത് വളരെ ഫലപ്രദമായൊരു ഡയലോഗാണെന്ന് തോന്നാറുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ബിസിനസ്സുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ സമ്പന്നർ, അതായത് റിച്ച് മെൻറ്റാലിറ്റി എപ്പോഴും ചിന്തിക്കുന്നത് നഷ്ടമില്ലാതിരിക്കാനല്ല, നല്ലൊരു ലാഭം ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇന്നത്തെ ചെറിയ നഷ്ടങ്ങളൊന്നും, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലുലു മാൾ എറണാകുളം കൊച്ചി എടപ്പള്ളിയിൽ വന്നപ്പോൾ യൂസഫ് അലി ഒരിക്കലും അത് അടുത്ത കൊല്ലം അതിൻ്റെ ചിലവാക്കിയ തുക കിട്ടുന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അതിനൊരു വിഷൻ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ കഴിഞ്ഞാലായിരിക്കും അതിൽ നിന്നൊരു ഗ്രോത്ത് ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അയാൾ തൽക്കാലത്തെ ചിലപ്പോൾ ഉള്ള നഷ്ടങ്ങളോ അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യുന്നുണ്ടാകില്ല. അതാണ് ഒരു റിച്ച് മെൻറ്റാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം.
പുവർ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നഷ്ടം ഇതെങ്ങനെയെങ്കിലും നഷ്ടമില്ലാതിരുന്നാൽ, ലാഭമില്ലെങ്കിലും പ്രശ്നമില്ല, നഷ്ടമില്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളതായിരുന്നു പുവർ മെൻറ്റാലിറ്റീൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ പല ബിസിനസ്സുകാരോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം നഷ്ടമില്ലാണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി, അതാണ് ഒരു പുവർ മെൻറ്റാലിറ്റി. റിച്ച് മെൻറ്റാലിറ്റി ഇപ്പോഴത്തെ നഷ്ടമല്ല, അതൊരു വെൽത്ത് ക്രിയേഷനാണ് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ പണം ജയിക്കാനായിട്ട് നമ്മൾ കളിക്കണം എന്നാണ്. റിച്ച് മെൻറ്റാലിറ്റി ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. പുവർ മെൻറ്റാലിറ്റി നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അവർക്ക് ജയമൊന്നും വേണ്ട. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ജയിക്കാനായിട്ട് നമ്മൾ കളിക്കാൻ തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു റിച്ച് മെൻറ്റാലിറ്റിയാണ് കീപ്പ് ചെയ്യുന്നതെന്ന് അർത്ഥം. പുവർ മെൻറ്റാലിറ്റി ആണെങ്കിൽ നഷ്ടമില്ലാതെ അങ്ങ് പോകലാണ് പുവർ മെൻറ്റാലിറ്റീൻ്റെ ഒരു ഇത് എന്ന് പറയുന്നു. ഒരു മെൻറ്റാലിറ്റി അങ്ങനെയായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ റിച്ച് മെൻറ്റാലിറ്റിയിലേക്ക് പോകണം എന്ന് പറയുന്നു. താങ്ക് യു വെരി മച്ച്.